ഇതേതുവരെ പോന്നറിയാൻ വേണ്ടി തന്നെയാ ഞാനും കണ്ണ് നിറഞ്ഞ് അഭിനയിച്ച് സപ്പോർട്ട് തന്നത്. അച്ഛനെ പോയി കണ്ട് ഇതേപോലെ കണ്ണ് നിറച്ചപ്പോ പറഞ്ഞതൊക്കെ അച്ഛനൊരു പാവം ആയതുകൊണ്ട് വിശ്വസിച്ചു കാണും. കല്യാണി അതുപോലെ പാവമല്ല. ചേച്ചി എന്തായി പറയുന്ന? ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എനിക്കറിയായിരുന്നു എപ്പോഴെങ്കിലും എനിക്കെന്റെ പഴയ ചേച്ചിയെ തിരിച്ചു കിട്ടുമെന്ന്. മോളെ, അമ്മയ്ക്കും ഇതറിയുമ്പോ സന്തോഷാവും. മാപ്പൊന്നും ചേച്ചി പറയണ്ട, നമ്മുടെ അമ്മയല്ലേ, അമ്മ ക്ഷമിച്ചോളും. എനിക്കിപ്പോഴാ സമാധാനായത്. അച്ഛൻ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞു. നീയും അമ്മയും എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തില് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പത് മാറി. മോൾക്കും അമ്മയ്ക്കും അച്ഛനും ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ ചേച്ചി പോട്ടെ. ശരി ചേച്ചി. അല്ല മാഡം, എന്താ നീ ഇങ്ങനെ? ഇനി മുതൽ നീ എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി, കേട്ടോ? മതി, ഇത്രയും മതി. ഇനി ഞാൻ കാണിച്ച് തരാടി. എന്നാ മോള് ചെന്ന് കിടക്ക്. ചേച്ചിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് നാളെ ആവട്ടെ. ഗുഡ് നൈറ്റ്. ചെല്ല്. എല്ലാം നന്നായിരുന്നു. അഭിനയവും ഡയലോഗ് ഡെലിവറിയും ഒക്കെ മികച്ചതായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാ, കാഴ്ചക്കാരുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറാൻ പറ്റിയില്ല. വളരാനുണ്ട്, അഭിനയത്തില് ഒരുപാട് വളരാനുണ്ട്. ഒന്നാമത്, ഈ പാറയിൽ ചിരട്ടയിട്ട് ഒരയ്ക്കുന്ന ശബ്ദത്തിന് സെന്റ് ഡയലോഗ് ചേരില്ല. നിങ്ങൾ എന്ത് കരുതി? നിങ്ങളുടെ അഭിനയത്തിൽ ഞാൻ അങ്ങ് വീണുപോയെന്നോ? അല്ല, ഇതേതുവരെ പോന്നറിയാൻ വേണ്ടി തന്നെയാ ഞാനും കണ്ണ് നിറഞ്ഞ് അഭിനയിച്ച് സപ്പോർട്ട് തന്നത്. അച്ഛനെ പോയി കണ്ട് ഇതേപോലെ കണ്ണ് നിറച്ചപ്പോ പറഞ്ഞതൊക്കെ അച്ഛനൊരു പാവം ആയതുകൊണ്ട് വിശ്വസിച്ചു കാണും. കല്യാണി അതുപോലെ പാവമല്ല. ചേച്ചിയോട് ക്ഷമിക്കണം മോളെ പോലും. അങ്ങനെ വന്നങ്ങ് പറഞ്ഞ ക്ഷമിക്കാവുന്നതാണോ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നേ? വെട്ടിപ്പിടിക്കാൻ വെമ്പല് കൊണ്ട് നിൽക്കുമ്പോ ഇങ്ങനെ പലരുടെയും മുമ്പിൽ അഭിനയിക്കേണ്ടി വരും. നിങ്ങളുടെ ചതി ഒന്നും വിജയിക്കാൻ പോണില്ല. കാരണം ഞാൻ അതിന് സമ്മതിക്കില്ല. ഇപ്പൊ അഭിനയിച്ച് പറഞ്ഞതൊക്കെ മനസ്സിൽ തട്ടി കരഞ്ഞു പറയുന്ന ഒരു ദിവസം വരും. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരന് ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അതെനിക്ക് ഉറപ്പാ. അന്ന് ഞാൻ എല്ലാം ക്ഷമിക്കും. എന്റെ അമ്മയെ കൊണ്ട് കാല് പിടിപ്പിച്ചതുൾപ്പെടെ അങ്ങനെ എല്ലാത്തിനും ചേർത്ത് ഒരടി തന്നതിന് ശേഷം രാത്രി 8 മണിക്ക് കരഞ്ഞു പിഴിഞ്ഞ് മെഗാ സീരിയൽ അഭിനയം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്റെ ചാച്ചി. അല്ല, മാഡം 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 ഗുഡ് നൈറ്റ്. ആ ശിവദാസന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അവര് പറഞ്ഞ വാക്ക് അവർ പാലിച്ചു. പൈസ നമ്മുടെ വീട്ടിലെത്തിച്ചു.
പക്ഷേ നമുക്കിതുവരെ ശിവദാസനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വിഷത്തിന്റെ പ്ലാൻ ചീറ്റിയ സ്ഥിതിക്ക് അടുത്തെന്തായാലും നോക്കണ്ടേ? നോക്കണം. അല്ലെങ്കിലും വിഷത്തിന്റെ പ്ലാൻ ചീറ്റ് ചെയ്ത് തന്നെയാ നല്ലത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആഹാരത്തിന്റെ കൂടെ വിഷാംശം ഉണ്ടെന്ന് കണ്ടെത്തുമ്പോൾ ഈ പറയുന്ന ഏമാന്മാര് കാലുമാറിയാൽ നമ്മൾ വീണ്ടും വിടും. അപ്പോ ഈ കൊട്ടേഷൻ നമ്മൾ വേണ്ടെന്ന് വെക്കണോ? പൈസ വാങ്ങിയിട്ട് കൊട്ടേഷൻ എങ്ങനെ വേണ്ടെന്ന് വെക്കും? പക്ഷെ കൊലപാതകമാണെന്ന് ഒരു തരത്തിലും ആരും അറിയാൻ പാടില്ല. അതെങ്ങനെ? വിഷം കൊടുത്താ അറിയും. വേറെ വഴി നോക്കിയാ ദേഹത്ത് പാടും പോറലും ഒക്കെ ഉണ്ടാവും. വേറെന്താ ഒരു വഴി? ശിവദാസനെ നമുക്ക് കൊല്ലണം. അത് നമ്മൾ ചെയ്യും. ആരും അറിയാതെ അത് നടത്തിയെടുക്കാനാ പാട്. അങ്ങനെ രഹസ്യമായി ചെയ്യാനല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ അവനെ കൊല്ലും. നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി കൊന്നിട്ട് നമ്മൾ രക്ഷപ്പെടുമെന്നോ? അതെങ്ങനെയാ? അടുത്ത ആഴ്ച ഇവിടെ കബഡി മത്സരമാണെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞ് അവനെ മത്സരത്തിന് ഇറക്കണം. കൊള്ളാം. ആ വയസ്സായ ആള് കളിക്കാനൊക്കെ ഇറങ്ങൂ? ഇറങ്ങാമെന്ന് പറഞ്ഞാൽ തന്നെ സമ്മതിക്കൂ? അത് നമ്മുടെ തലവേദനയല്ല. അതിനുള്ള സൗകര്യം നമ്മളെ ഏൽപ്പിച്ച ഏമാമാര് ചെയ്തു തരും. ആ സൗകര്യം ചെയ്തു തന്നാൽ ആർക്കും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ കളിക്കിടയിൽ അവന്റെ കൈയും കാലും തല്ലിയൊടിച്ച് ശ്വാസം മുട്ടിച്ച് അവനെ കൊല്ലണം. ചേച്ചിയോട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. എടുത്തിയാളരുത്. നീ കാര്യം പറയും നരേന്ദ്ര. നമ്മുടെ മഹി ഈ ഇടയായിട്ട് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളില് വെറുതെ തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവൻ എന്ത് ചെയ്തെന്നാ? അതൊക്കെ സമയം സാവകാശം പോലെ ഞാൻ പറയാം. ഒരു കാര്യം മാത്രം ഞാനിപ്പോ ചേച്ചിയോട് പറയാം. നമുക്ക് തിരിച്ചടിയാവുന്ന കാര്യങ്ങളാ അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് തോന്നിയ മറ്റൊരു സംശയം കൂടി ഞാൻ പറയാം. ജയിലിൽ കിടക്കുന്ന ശിവദാസന് വേണ്ടി കോടതി ഹാജരായത് ഒരു ചെറുപ്പക്കാരനായ വക്കീലാണെന്നാ ഞാൻ അറിഞ്ഞത്. നിങ്ങൾ യഥാർത്ഥ വക്കീലിനെ തടഞ്ഞു വെച്ചിട്ടും കോടതിയിൽ ഒരു ചെറുപ്പക്കാരൻ വക്കീൽ ഹാജരായിട്ടുണ്ടെങ്കിൽ അത് മാഹിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ആ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടണ്ടെന്ന് ഉപദേശിക്കുകയും വേണം. ഇത് പറയാനാ ഞാൻ വിളിച്ചത്. എന്നാ ശരി ചേച്ചി.